ഹലോ എവ്രി വൺ. സോ ബേസിക്കലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് ബുക്സിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ ഞാൻ കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ബിഗിനേഴ്സിന് വായിച്ച് തുടങ്ങാൻ പറ്റിയ ബുക്സ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് നല്ലത്, ലാംഗ്വേജ് കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളത്, അറ്റ്ലീസ്റ്റ് ആ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് തോന്നി ആക്ച്വലി ഈ ഒരു സീരീസിലുള്ള സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആദ്യത്തേന്ന് പറയുന്നത് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡാണ്. ശരിക്കും ഇതൊരു ജാപ്പനീസ് നോവലായിരുന്നു. അതിനെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ തർജ്ജിമ ചെയ്തെടുത്തതാണിത്. അപ്പം ആ ട്രാൻസ്ലേഷനകത്ത് കുറേ ബുക്കുകളുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 5ാമത്തെ ബുക്കാണ് ഈ പറയുന്ന ബിഫോർ വി സേ ഗുഡ് ബൈ എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ടെയിൽസ് ഫ്രം ദ കഫേ, പിന്നെ അതേപോലെ തന്നെ ബിഫോർ യുവർ മെമ്മറി ഫെയ്ഡ്സ്, അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു ടോട്ടൽ 6 ബുക്കെങ്ങാണ്ടുണ്ട് ഇത് മൊത്തത്തിൽ. അതിൽ 2 എണ്ണം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പം ബേസിക്കലി ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഫേ ഉണ്ട്, ഒരു മിസ്റ്റീരിയസ് കഫേ ഉണ്ട്. നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്റ്റിലേക്കോ നമ്മുടെ ഫ്യൂച്ചറിലേക്കോ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അവിടെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ പോകാൻ വേണ്ടി. അപ്പം ഇത് ഭയങ്കര ബെസ്റ്റ് സെല്ലിങ് ബുക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇത് വാങ്ങിക്കുന്നത്. അപ്പം കണ്ടില്ലേ കൊടുത്തിട്ടുണ്ട് ഗ്ലോബൽ ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഒത്തിരി ഇതുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഈ ജാപ്പനീസ് നോവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫി ആൻഡ് ഭയങ്കര സ്ലോ മൂവിങ് ആയിരിക്കും. എത്ര വലിയ ഇമോഷൻസിനെ അവർ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് അവരുടെ ഒരു കൾച്ചർ തന്നെ അതിനകത്ത് കാണാൻ പറ്റും. അതായത് ഒന്നും അത്രയും ഭയങ്കര ഇമോഷണലി ഹെവി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പാനിക്കാവും നമ്മൾ വിചാരിക്കുന്ന സിറ്റുവേഷൻസോ ഒക്കെ അവർ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഈ ഒരു സീരീസ് ഓഫ് ബുക്സിൽ മാത്രമല്ല, ജാപ്പനീസ് ഓതേഴ്സ് എഴുതിയിട്ടുള്ള വേറെ ബുക്കുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചില റീഡേഴ്സൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കൊരു ഒരു ഇമോഷണൽ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ബുക്കുമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ജാപ്പനീസ് ഓതേഴ്സിൻ്റെ ബുക്ക് വായിച്ചാൽ മതി എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് ഏറ്റവും നല്ല ബുക്ക് എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ബുക്കുകളാണ്. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓതറിൻ്റെ പേര് പോലെ തന്നെ ചിലപ്പം അതിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ പേര് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കാസു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നഗാരെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ബുക്കാണ്, അതായത് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്ന് പറയുന്നത്. സോ നമുക്കതിനകത്ത് ഏറ്റവും അവർ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു പേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ആരൊക്കെയാണ് പാസ്റ്റിലേക്ക് പോകുന്നത്, ആരൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അങ്ങനെ ഒരു ചാർട്ട് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. റിലേഷൻഷിപ്പ് മാപ്പ് ഓഫ് ദ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളാണ് ഇത് വായിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ഇത് എവിടുന്ന് വന്നു ഇയാൾ, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് മാപ്പ് ആക്ച്വലി നല്ലതാണ്. ആൻഡ് അതിനേക്കാൾ കൂടുതൽ ഈ പുള്ളിയുടെ എല്ലാ ബുക്കിൻ്റെയും ഫേസ്റ്റിൽ എഴുതിയേക്കുന്ന ഒരിതുണ്ട്, ഇഫ് യു കുഡ് ഗോ ബാക്ക് ഹൂ വുഡ് യു വാണ്ട് ടു മീറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അതാണ് ഈ പറയുന്ന സീരീസ് ഓഫ് ബുക്സിനകത്ത് എല്ലാം ഉള്ളത്. അതായത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഓഫ് ലൈഫിൽ നമുക്ക് എല്ലാവർക്കും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു ഡിസിഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളോട് എന്തെങ്കിലും എക്സ്ട്രാ കാര്യം പറയാൻ വിട്ടുപോയതായിരിക്കാം. അതിനുശേഷം അവർ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുശേഷം ചിലപ്പോൾ അവർ ഈ ലോകത്തെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റ് വേണ്ട കാര്യങ്ങളാണ്. ചില ആൾക്കാർക്ക് അത് പറഞ്ഞില്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ് ക്ലോഷർ കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് ആ പാസ്റ്റിലേക്ക് പോയി അതൊന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു വെയിറ്റ് കുറച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ബേസിക്കലി ഈ കഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതായത് പാസ്റ്റ് നമ്മൾ പോയി എന്ത് തിരുത്തി എന്ന് പറഞ്ഞാലും പ്രസൻറ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, പ്രസൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പാസ്റ്റിലേക്ക് തിരിച്ചു ചെല്ലുന്നതെന്നുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്കൊരു ആശ്വാസം ഉണ്ടാവും എന്നുള്ള ഒറ്റ കാര്യം. അതായത് ഞാനിത് പറഞ്ഞു, എനിക്കിപ്പോൾ ആ സമയത്ത് എനിക്കിത് പറയാൻ പറ്റിയില്ല, പക്ഷെ ഞാനിപ്പോൾ അത് പറഞ്ഞു എന്നുള്ളൊരു ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ് എല്ലാ ആൾക്കാരും പാസ്റ്റിലേക്ക് തിരിച്ചു പോവുക. അതിനകത്ത് ഞാനിപ്പോൾ ഇത് വായിച്ചേക്കുന്നതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സും ഓരോ റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഒന്ന് ദ ലവേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദ സിസ്റ്റേഴ്സ്, മദർ ആൻഡ് ചൈൽഡ്, അങ്ങനെയൊക്കെയാണ്. അതായത് ഓരോ റിലേഷൻഷിപ്പുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ച് പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
പക്ഷെ അതെല്ലാം കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഫേ വെച്ചായിരിക്കും നടക്കുന്നത്. പിന്നെ എനിക്ക് പക്ഷേ എല്ലാം ഇഷ്ടമല്ല കേട്ടോ, എല്ലാ ചാപ്റ്റേഴ്സും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇഷ്ടമുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക കൊള്ളും. അത് മേ ബി എനിക്ക് തോന്നുന്നു അത് ഓരോ ആൾക്കാരുടെ ലൈഫിലെയും ഓരോ റിലേഷൻഷിപ്പിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് വേറൊരു ഫണ്ണി തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗോസ്റ്റ് ഉണ്ട്. ആ ഗോസ്റ്റ് പിന്നെ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട ഗോസ്റ്റ് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. പുള്ളിക്കാരത്തി അവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കോഫി കുടിച്ചിട്ട് പുള്ളിക്കാരത്തി ബുക്ക് വായിക്കുമായിരിക്കും. അപ്പോൾ അവരെപ്പോഴാണോ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് പാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്യൂച്ചറിലേക്കോ പോകാൻ പറ്റുള്ളൂ. അതായത് പുള്ളിക്കാരത്തി ഇരിക്കുന്ന ആ സീറ്റിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അപ്പം എല്ലാവർക്കും എപ്പോഴും ചാടിക്കയറി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകാൻ പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് അവരെഴുന്നേൽക്കുന്ന വരെ നമ്മൾ നോക്കിയിരുന്ന് അവരെഴുന്നേൽക്കുന്ന സമയത്ത് വേണം നമുക്ക് അവിടെ പോയിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് റൂൾസ് അവിടെയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഫിക്ഷനാണ്, കഥയിൽ ചോദ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രേതമുണ്ട്, പ്രേതം വായിക്കും, പ്രേതം അത് കഴിഞ്ഞ് വാഷ്റൂം പോകും, പ്രേതം കാപ്പി കുടിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ബേസിക്കലി എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കംഫർട്ടാണ് നിങ്ങൾ വായിക്കുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില സമയത്ത് റിഗ്രറ്റ്സ് എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞ തെറ്റുകൾ ഉണ്ടാവാം. എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല. പക്ഷെ അവർ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ബുക്ക് ആക്ച്വലി കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ അയാളെ പിന്നീട് കാണും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കുറേ കാര്യങ്ങൾ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും കാണും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാലും എന്താ, അല്ലെങ്കിൽ അത് പിന്നെ ശരിയാക്കിക്കോളാം, ഇപ്പം എനിക്ക് അവരെ കാണണ്ട, ഇപ്പം എനിക്ക് അവരെ മിണ്ടണ്ട. പക്ഷെ ചില സമയത്ത് പിന്നീട് അവരുണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ ഒരു വലിയ വഴക്കോ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമോ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്ന് തിരുത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അൺഅവൈലബിൾ ആയിട്ട് അവർ പോയിട്ടുണ്ടാവാം. അപ്പം അത് പിന്നീട് എന്നുള്ളൊരു രീതി വെച്ചതിന് ശേഷം പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുമ്പം ആ ഒരു കോൺസ്റ്റൻറ്റ് റിഗ്രറ്റ് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും. അപ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ ചെന്നിട്ട് വലിയൊരു ഇമോഷണൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വലിയൊരു പാരഗ്രാഫോ ഒന്നും അല്ല ഇവർ പറയുന്നത്. ജസ്റ്റ് ഐ അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജസ്റ്റ് അവരുണ്ടായിരുന്നതിൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ള കാര്യമാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ആ കൺവേ ചെയ്യുന്നത് വഴി അവരും ഹാപ്പി ആവുന്നു, ഇത് കേൾക്കുന്ന ആളും ഹാപ്പിയാണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെയുള്ളൊരു വളരെ എന്താ പറയുക, വളരെ ഞാൻ പറഞ്ഞ ഒരു കംഫേർട്ട് തരുന്ന ഒരു ക്ലോഷർ ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ഇൻക്ലൂഡിങ് വായിക്കുന്ന ആൾക്കൂടെ കിട്ടുന്ന ഒരു ബുക്കാണ്. ഐ മീൻ ഈ രണ്ടെണ്ണം ഞാൻ വായിച്ചിട്ടുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നു പ്രിഫറബിളി ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഈ സീരീസിലുള്ള എല്ലാ ബുക്കുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന്. പിന്നെ ഞാനൊരു റിസർച്ച് ഞാനായിട്ട് നടത്തിയപ്പം ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചത്. ഐ മീൻ ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് കഴിഞ്ഞതിന് ശേഷം ബിഫോർ സേ ഗുഡ് ബൈയും അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ബിഫോർ മെമ്മറി ഫെയ്റ്റ്സോ അങ്ങനെ എന്തോ ഒരെണ്ണങ്ങളുണ്ട്. ആ മൂന്നെണ്ണമാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ബുക്ക് സംസാരിക്കുന്നത് തന്നെ ക്ലോഷറിനെ പറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിഗ്രറ്റിനെ പറ്റിയും മെമ്മറിയെ പറ്റിയും അങ്ങനെയുള്ള കാര്യമാണ്. അതിപ്പം അമ്മയും മകളും ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മകനും അച്ഛനും ആയിരിക്കാം. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും, സിസ്റ്റേഴ്സ് ആയിരിക്കാം, എല്ലാ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും നമ്മളിതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾ വായിക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കൊരു നല്ല ബുക്ക് വേണം, എന്നാൽ അധികം എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ലാംഗ്വേജ് ആയിരിക്കണം, പെട്ടെന്ന് വായിച്ച് തീരണം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിത് സജസ്റ്റ് ചെയ്യും. ഇതല്ലാതെ ഈ പറഞ്ഞ ജാപ്പനീസ് ഓതേഴ്സിൻ്റെ വേറെ ബുക്കാണ്, മറ്റേ കണ്ടിട്ടുണ്ടാവും, മറ്റേ മൊറിസാക്കി ബുക്ക് ഷോപ്പ്, അതിൻ്റെ തന്നെ മോർ ഡേയ്സ് അറ്റ് മൊറിസാക്കി ബുക്ക് ഷോപ്പ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ ലെങ്തി ചാപ്റ്റേഴ്സാണ് വരിക. പിന്നെ അതൊരു കണ്ടിന്യൂവേഷനാണ്. ഇപ്പം നിങ്ങൾക്കത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എൻഡിങ് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, ഓരോ പർട്ടിക്കുലർ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് തീർത്ത ആ ഒരു ഫീല് വരും. പിന്നെ വായിക്കാൻ ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ഭയങ്കര സിമ്പിളാണ്. ആകെ ഈ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് നെയിംസ് പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ ഒരു കൾച്ചറിലുള്ള പേര് പോലെയല്ല, ആ ഒരു ജാപ്പനീസ് പേരുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ റിലേഷൻഷിപ്പ് ചാർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു ഫോർ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കും അതെ. ഇനി അതല്ല, ഈ ഭയങ്കരമായിട്ട് മലയാളം മാത്രം വായിക്കുന്ന ആൾക്കാർ, ഇംഗ്ലീഷിലേക്ക് കയറാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കിത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര എന്താ പറയുക വലിയ ബുക്കുകളൊക്കെ വായിച്ച് ഭയങ്കര എന്താ പറയുക ഇമോഷണലി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഒരു ബ്രേക്ക് എടുക്കാൻ ഏറ്റവും നല്ല ബുക്സായിട്ട് എനിക്ക് ഫീൽ ചെയ്താണ് ഇത് രണ്ടും.
സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം വായിക്കുക, വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് തന്നെ പറയാം.